Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ, പുതിയൊരു സ്ഥലത്ത് പുതിയൊരു രീതി, പെട്ടെന്ന് എന്നെ നോക്കുന്നേക്കാട്ടിലും എല്ലാവരും പെട്ടെന്ന് ഈ അടുക്കളയൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവരും നോക്കുന്നേ. സത്യം കേട്ടോ, ആരല്ലേ ഒരു ആഗ്രഹിക്കാത്ത. ഇന്ന് ഐശ്വര്യമായിട്ട് കർക്കിടകം 1 അപ്പൊ ഈ പറഞ്ഞ പോലെ മിക്കടത്തുന്നല്ല മിക്ക പേരും വെജിറ്റേറിയൻ ആണ്. എന്താ പറയാ, നോയമ്പിന്റെ പുണ്യമാസം എന്നൊക്കെ നമുക്ക് പറയാം. രാമായണ മാസമാണ്. ഇനി നമ്മുടെ പുതിയ അടുക്കളയിൽ ഇന്ന് കർക്കിടകം 1 ആയതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വെജിറ്റേറിയൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയാണെന്നൊന്നും പറഞ്ഞേക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ദാലാണ്. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പറയുമ്പോൾ പരിപ്പ് കറി വെക്കാൻ പോവായിരിക്കും എന്നല്ലേ. അങ്ങനെയല്ല, പരിപ്പ് കറിയൊക്കെ തന്നെയാ, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതിനൊരു ചേഞ്ച് അല്ലേ, ഒരു നമ്മൾ സ്ഥിരം വീട്ടിൽ നമ്മൾ എന്താ പറയുക സൗത്ത് ഇന്ത്യൻ കഴിക്കുന്നതിന് ഒരു വ്യത്യാസമായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ പാലറ്റിന് പറ്റത്തില്ലായിരിക്കാം. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാൻ പോവുക. ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ഈ കറിക്ക് എന്നാക്കിയാ വേണ്ടിയെന്ന് നോക്കാം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ചൊക്കെ മതി. ആദ്യം ഇതിന് വേണ്ടിയത് കുറച്ച് നെയ്യ് വേണം. പിന്നെ വേണ്ടിയത് സാദാ ജീരകം, നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്നില്ലേ ആ ജീരകം. പിന്നെ ഉള്ളത് ഒരു 2-3 ഗ്രാമ്പു. പിന്നെ കുറച്ച് പട്ടയല്ല, ഒരു കഷ്ണം മതിയാവും. പിന്നെ ഇതെന്നാന്നോ, ഒരു മുഴുത്ത സവാള, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 കുഞ്ഞു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണേ. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്, കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ എരിവ് കണക്കാക്കിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 അരിഞ്ഞിട്ടുള്ളൂ. പിന്നെ വേണ്ടിയത് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 ചെറുത്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി. ഇതൊന്നും ഒത്തിരി ഇടുവേല, ഒരു ഇച്ചിരി എടുത്തോളൂ. പിന്നെ ഉള്ളത് കുറച്ച് വെളുത്തുള്ളി. പിന്നെ ഇതിന് വേണ്ടിയത് ഒരു ഇച്ചിരി മല്ലിയില, കറിവേപ്പില ഇഷ്ടമാണെന്നേൽ ഇട്ടോ, പക്ഷെ എന്നാലും മല്ലിയില ഇച്ചിരി നല്ലത്. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇത്ര ഒന്നും വേണ്ട, 1-2 മാക്സിമം. ഇതെന്നാന്നറിയോ, കുറച്ച് കായപ്പൊടിയാണ്. ഈ കായപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാകുന്നതിൽ മാത്രം ഇട്ടേച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇടരുത്. പിന്നെ ഉള്ളത് ഇവിടെ ഞാൻ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏതൊക്കെ പരിപ്പാണെന്നറിയാവോ, നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, സാമ്പാർ പരിപ്പും പയറ് പരിപ്പും കൂടെ വേവിച്ച് വെച്ചേക്കുക. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അളവ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 1/4 സാമ്പാർ പരിപ്പും 1/2 പയറ് പരിപ്പും എടുക്കുക. ഇത് ഈ അളവിലാന്നു 1/4 കപ്പാണ്, 1/4 കപ്പും 1/2 കപ്പ്. ഇതാണ് എൻ്റെ അളവ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ചിലർക്ക് പയറ് പരിപ്പ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത് കൂട്ടാം, സാമ്പാർ പരിപ്പ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത് കൂട്ടാം. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുക അടുത്ത സെക്ഷനിലേക്ക് ഒരു കുറച്ച് കൂട്ടവും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്നാത്തിനാണ്, അതൊരു കുറച്ച് എന്നാ പറയുക ചീസ് ബോൾസ് ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് ചോളം. ഈ ചോളം വേവിച്ചതാവാം, അല്ലെങ്കിൽ നമ്മളൊന്ന് വേവിച്ചെടുത്താലും മതി. അപ്പം നമുക്ക് വേണ്ടിയത്, പിള്ളേർക്കാന്നേലും ചീസ് ഒത്തിരി ഇഷ്ടമാണേ, അതുകൊണ്ട് ഇങ്ങനെ ഇടരുത്. ചിലർ ക്യൂബായിട്ടിടും, അങ്ങനെ ഇട്ടില്ലെങ്കിലും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ക്യാപ്സിക്കമാണ്. ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേക്കുക. പിന്നെ വേണ്ടി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് കിട്ടാനായിട്ട് ഇതിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തേക്കുക. ഇതിപ്പോൾ 1 മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങിനകത്ത് ഒരു 4 കഷ്ണം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. നമുക്കൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ബൈൻഡ് ആവണം, അത്രേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സാ, എരിവ് അനുസരിച്ച്. അപ്പം നമുക്ക് പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളകാ, അതൊരു എന്നാ പറയുക ഒരു പിഞ്ചൊക്കെ ഇട്ടേച്ചാൽ മതിയേ. പിന്നെ ഉള്ളത് എന്നാന്നറിയോ, ഒറിഗാനോയാ വേണ്ടിയേ. ഇതെന്നാത്തിനറിയോ ഇതെല്ലാം കൂടെ ചേർക്കുന്നത്, പിസ്സ ഇഷ്ടപ്പെടാത്ത പിള്ളേരില്ല, അന്നേരം പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുവാന്നേൽ പിള്ളേർക്ക് ഒരു ഇച്ചിരി കൂടി ഇഷ്ടാവും. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി. ഇതിന് ഒത്തിരി വെളുത്തുള്ളി ഇടുകയില്ല, അരിഞ്ഞതാന്നേൽ അങ്ങനെ, അതല്ല ഇതേപോലെ നമ്മൾ ചതച്ചെടുത്തേക്കുവാണെങ്കിൽ ഒരു നുള്ള് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ മാത്രം, ഒത്തിരി ഇടരുത്. പിന്നെ ഇതിനകത്തൊരു കുറച്ച് അരിപ്പൊടി വേണം. ഇതിപ്പോൾ കുറച്ച് കോൺഫ്ലവർ ആണ്. പിന്നെ വേണ്ടിയത് കുറച്ച് അരിപ്പൊടിയാ. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്. പിന്നെ ഇതെല്ലാം കൂടെ വറുക്കാനായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് വേണ്ട. അപ്പം ആദ്യം നമുക്ക് ഐശ്വര്യമായിട്ട് പരിപ്പ് കറി വെക്കാം, കർക്കിടകം 1 പക്ഷേ ഇത് സാധാ പരിപ്പ് കറി അല്ല എന്നുള്ളത് ഇൻഗ്രീഡിയൻറ്റ് കണ്ടപ്പോഴേ മനസ്സിലായില്ലായിരുന്നോ. അന്നേരം ഫസ്റ്റ് ഇത് കുറച്ച് നെയ്യിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. നെയ്യും ബട്ടറും വെളിച്ചെണ്ണയും ഏറ്റവും ബെസ്റ്റാന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, ദാരിദ്ര്യം കാണിക്കേണ്ട, ഐശ്വര്യമായിട്ട് നിറച്ച് തന്നെ നമുക്ക് ഇടാം. എന്ന് പറഞ്ഞാൽ ഒരുപാട് വേണ്ട, ഒരു ആവശ്യത്തിന്. നെയ്യ് നല്ല ചൂടായി, അതിനകത്തോട്ട് തീ കുറച്ച് വെച്ച് ഒരു ടീസ്പൂൺ
ജീരകത്തിന് അധികം സമയമൊന്നും വേണ്ട പൊട്ടാനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ഗ്രാമ്പു, 4 ഗ്രാമ്പു ഇട്ടേ. പട്ടയുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഭയങ്കര കട്ടിയുള്ള പട്ടയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇടാവുള്ളൂ. ഇതിപ്പോൾ വേണ്ട മെലിഞ്ഞ പട്ടയാ, അന്നേരം വേണ്ട ഒരു കഷ്ണം ഞാൻ ഇടുക, ഒന്നല്ല ഒരു ഇച്ചിരി കൂടി ഇടുവാണേ. ഇനി ഇതങ്ങോട്ട് മൂക്കുന്ന സമയം, അതായത് ഇത് ഇത്രയും നെയ്യ് ചൂടായി കിടക്കുന്ന നെയ്ക്കകത്ത് ഇത് മൂക്കാൻ എന്നെ നേരം വേണം. അതിനകത്തോട്ട് ഞാൻ തന്നെ ഈ സവാള ഇട്ടേച്ച് തീ ഒരു ഇച്ചിരി കൂട്ടിക്കോ. പിന്നെ ഈ സവാള നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്തെ ഇതിന് ഒരുപാട് ഈ പറഞ്ഞ പോലെ മൂക്കലോ ബ്രൗൺ ആവലോ അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ എന്നാലും സവാള ഇപ്പൊ ഇത് പച്ചയല്ലേ, അന്നേരം പിന്നെ അതിനൊന്ന് വേവണ്ടായോ, അത്രേ ഉള്ളൂ. എനിക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ വെച്ച പരിപ്പ് കറിയെ കാട്ടിലും ഒരു ഇച്ചിരി എനിക്കിഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു, ഒരു വ്യത്യാസം. ഞാൻ ഇച്ചിരി കൂടെ നെയ്യ് ഇട്ട എന്നാന്നറിയോ, ഞാൻ അത്രേ ഒഴിച്ച നെയ്യ് പോരാഞ്ഞു കേട്ടോ. അതായത് ആ ഉള്ളി ഒന്ന് വാടി കിട്ടാനായിട്ട് പോരാഞ്ഞോണ്ടാ ഇച്ചിരി കൂടി ഇട്ടത്. ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. പക്ഷെ അതിന് മുമ്പേ ഞാൻ ഒരു ഇച്ചിരി പച്ചമുളകും കൂടെ ചേർക്കുക. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ച്, ഇപ്പൊ ചില സമയം കിട്ടുന്ന പച്ചമുളക് ഉണ്ടല്ലോ നല്ല എരിവാന്നേ, അത് ഇങ്ങനെ ഇച്ചിരി പോകുന്ന പച്ചമുളകാ, വലുതും അല്ല. പക്ഷെ അത് നോക്കിയേച്ചാ വേണം പച്ചമുളകൊക്കെ വാങ്ങുമ്പോൾ നോക്കാനായിട്ട്, ശ്രദ്ധിക്കണം. പെട്ടെന്ന് വാടാൻ ഞാൻ പരിപ്പില് ഉപ്പിട്ടിട്ടല്ല വേവിച്ചേ, ഉപ്പിടാതെയാ വേവിച്ചേ. ഉള്ളി ഒരു ഇച്ചിരി കൂടി ഒന്ന് വാടിയാൽ മതിയേ, അന്നേച്ച് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. പക്ഷെ അടുത്ത ചേർക്കാൻ പോകുന്നത് ഈ പൊടികളാ. അപ്പൊ പൊടികൾ ചേർക്കുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ചേച്ച് വേണം ചേർക്കാനേ. ഉള്ളിയെല്ലാം വഴറ്റുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തോ, അന്നേരം വേഗം കാര്യമാവുമല്ലോ. ഇന്ന് ഞാൻ 2 ഇൻഗ്രീഡിയൻ്റ് ആണ്, 2 റെസിപ്പിയാ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും എളുപ്പമുള്ളതാ രണ്ടും. ഇനി വേണ്ട നമ്മുടെ ഉള്ളി ഒരു ഇച്ചിരി വഴന്നു കഴിഞ്ഞ് ഇത്രയും വഴന്നാൽ മതി, ഒരുപാട് മൊരിയണ്ട. അപ്പൊ ഇനി നെക്സ്റ്റ് ഞാൻ ഇച്ചിരി പൊടികൾ ചേർക്കുക. പൊടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടിയൊന്നുമില്ല, കുറച്ച് മഞ്ഞപ്പൊടി, പരിപ്പിനകത്തൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇതിനകത്ത് നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടില്ലേ 2 അന്നേരം ഇതിന് മുളക് പൊടിയുടെ ടേസ്റ്റ് അധികം വരികയില്ല പരിപ്പ് കറിക്ക്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളവും ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇടുന്നുള്ളൂ. ഓക്കെ, ഇതൊന്ന് മൂത്ത് കഴിഞ്ഞു. ഇനിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചില്ലേ, അതാണേ. ഈ തക്കാളിയും ഒരുപാടൊന്നും അങ്ങനെ മൂക്കണ്ട. എന്നാന്ന് വെച്ചാൽ അങ്ങ് മാഷായി പോവോ അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ അത് ഒന്ന് വാടുകയോ വേണം. അതിൻ്റെ ആ ഒരു പച്ചച്ചൊവ്വ ഞാൻ ചേർക്കുന്ന എന്നാ കാര്യമാന്നേലും, പൊടിയാന്നേലും ഈ പറഞ്ഞ പോലെ പച്ചക്കറി ആന്നേലും പട്ട ഗ്രാമ്പു ഏലക്ക എന്നതാന്നേലും എന്നാ ചേർത്താലും അതിൻ്റെ ഒരു പച്ചച്ചൊവ്വ പോവാന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് കടുകൊക്കെ ആണെങ്കിൽ പൊട്ടണം, ജീരകം പൊട്ടണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അങ്ങനെയും ഈ പച്ചക്കറി വിഭവങ്ങളൊന്ന് വാടുകയും ചെയ്താലില്ലേ, ഇപ്പൊ തക്കാളിക്കാന്നേലും അതിനൊരു വെള്ളത്തിന്റെ ചൊവയുണ്ട്, ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അത് പോണം. ഉള്ളിക്കാന്നേലും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പൊ ഒന്ന് വാടിയാൽ മതി. പക്ഷെ തക്കാളി അങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. കാര്യം അതിനകത്ത് ആ തക്കാളി കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇനി ഇതേണ്ട തക്കാളി അങ്ങോട്ട് ആ പച്ചച്ചവ പോറി, പിന്നെ ആ മഞ്ഞപ്പൊടിയുടെ ഒരു മഞ്ഞയുടെ കുത്തലില്ലേ, അത് എല്ലാം ഒന്ന് മാറണം. ഇത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എളുപ്പവഴി പറഞ്ഞു തരട്ടെ. നമ്മൾ ഹൈ ഫ്ലെയിമേൽ ചീനച്ചട്ടി ഇരിക്കുക. അന്നേരം വേണ്ടേ ഈ ചീനച്ചട്ടിയുടെ അടിയിൽ തന്നെ നോക്കി, ഇത് അടി പിടിച്ചിങ്ങനെ വരുന്നില്ലേ, ആ സമയം അതിൻ്റെ ഒരു കറക്റ്റ് സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനകത്തോട്ട് ചേർക്കാം. ഈ പരിപ്പ് ശരിക്കും ഉടഞ്ഞ് പോകുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതല്ല ഇങ്ങനെ പരിപ്പ് കാണുന്നവർക്ക് ഇഷ്ടമുണ്ട്. ഇതിപ്പോ ഞാൻ ഉടച്ചുമില്ല, എന്നാ ഒരു ഇച്ചിരി പരിപ്പാണെന്ന് അറിയാനുള്ള ഒരു ഇതും കൂടെ ഇതിനകത്താക്കിയിട്ടുണ്ട്. ആക്ച്വലി പരിപ്പ് എപ്പോൾ ചെയ്യുമ്പോഴും എന്നാ പറയാ, കുറച്ച് വെള്ളമാവണം അല്ലേ, അല്ലെങ്കിൽ അത് തണുത്ത് കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ കട്ടിയായി പോകും. അപ്പൊ ഞാൻ ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർക്കട്ടെ. എന്നുവെച്ചാൽ ഇച്ചിരി ഹൈ ഫ്ലെയിം. ഞാൻ പരിപ്പ് ഉപ്പിട്ടിട്ടില്ല, അപ്പൊ ഇച്ചിരി ഉപ്പിടണം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി കൂടുതൽ മല്ലിയില, ഉപ്പ് ഇതുവരെ ഇട്ടില്ല, അതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ.
ഉപ്പിനൊക്കെ കൈയളവാന്നേ. ആ പച്ചമുളകിൻ്റെ എരിവ് ഒന്ന് ഇറങ്ങണം, അതിനെല്ലാം ഒന്ന് സമയം കൊടുക്കണം. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിന് തീ ഒന്ന് കുറച്ച് വെച്ചേച്ച് അതൊന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, അതായത് അടുത്ത റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇതിനിപ്പോൾ ഞാൻ ചെറിയ തീയെ വെക്കുക. ഇനി ഇതിനെന്നാ പരിപാടി എന്നറിയാവോ? ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു തടുക്ക മീൻസ് കടു വറുക്കുക എന്നാണ്. അതിന് വേണ്ടിയത് വേറെ ഒന്നുമില്ല, ഒരൊറ്റ വറ്റൽമുളകോ 2 വറ്റൽമുളകോ, അത് എത്ര നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത്. പിന്നെ ഇതിപ്പോൾ ഒരു 4 or 5 വലിയ വെളുത്തുള്ളി അരിഞ്ഞേക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് മതി, ഒത്തിരി വെളുത്തുള്ളിയും വേണ്ട. ഇഷ്ടമാണെങ്കിൽ ഇടാം. അതും ഒന്ന് മൂപ്പിച്ച് ഒരു നുള്ളു കായവും കൂടെ ഇട്ട് ഇതിനകത്ത് വാങ്ങാൻ നേരം നമ്മൾ ചേർക്കണം. ഇത്രയേ ഉള്ളൂ പരിപ്പ് കറിയുടെ ഗുണം. ഇത് നല്ല പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള പരിപ്പ് കറിയാണ്. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ചീസിൻ്റെ കോൺ ബോൾസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനി എല്ലാം കൂടെ മിക്സ് ചെയ്യുക എന്നൊരു പരിപാടിയേ ഉള്ളൂ. അതിന് വേണ്ടിയത് എല്ലാം വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഈ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടെ ഒരു ബൗളിലാക്കുക, നല്ലോണം കുഴച്ചേച്ച് ബോൾസ് ആക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാന്ന് വെച്ചാൽ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോൺ ഇഷ്ടപ്പെടാത്ത ആരുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. കുറച്ച് ക്യാപ്സിക്കം, നല്ല രസമല്ലേ യെല്ലോ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്ന കാണാൻ. പിന്നെ വേണ്ടിയത് ഉരുളക്കിഴങ്ങ. ഇതിപ്പോൾ ഞാൻ 3-4-5 കഷ്ണം ചേർക്കാം. നമുക്ക് എന്തോരം വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. അഥവാ കുഴഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2 കഷ്ണം കൂടി ഇട്ടാൽ മതി, അത് മുഴുവൻ ഇടണ്ട. പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സാണ്. ഇതാണ് ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ എത്രയെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. കുരുമുളക് എന്ന് പറയുമ്പോൾ ഒരുപാട് വേണ്ട, നമ്മൾ കട്ട്ലേറ്റിലൊക്കെ ചേർക്കുന്ന പോലെ വേണ്ട, ഒരു ശകലം, ഒരു 1/4 പകുതി അത്രയും മതി കേട്ടോ, ഒരു ഫ്ലേവർ. എന്നാൽ നമുക്ക് കുറച്ച് ഒറിഗാനോ ഇടണമെന്ന് ചോദിച്ചാൽ അത് കുറച്ച് ഇട്ടോ. കാര്യം എന്താ പറയുക, പിസ്സയുടെ ടേസ്റ്റ് വരാത്ത ഒരു കുട്ടികൾക്കും, പിസ്സ ഇഷ്ടപ്പെടാത്ത ആരുമില്ല, വലിയവരാണെങ്കിലും ശരി ചെറിയവരാണെങ്കിലും ശരി. ആക്ച്വലി പിസ്സയിൽ ഏറ്റവും കൂടുതൽ ചേരുന്നത് വെളുത്തുള്ളിയാണ്. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രം ഒന്നെങ്കിൽ അരിഞ്ഞ വെളുത്തുള്ളി എടുക്കാം, അല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റിൻ്റെ 1/4 ടീസ്പൂണിൻ്റെയും 1/4 എന്ന് പറയില്ല, അത്രയും മതി. ഒരു ഫ്ലേവർ. ഇത് കൂടിപ്പോയാൽ ഉണ്ടല്ലോ ഒരു നേരത്തെ ചൊവ്വ വരും. വേണ്ട, ഒരു ഇച്ചിരിയേ ഞാൻ ഇടുന്നുള്ളൂ. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള മല്ലിയില. ഇനി ഇതിനകത്ത് വേണ്ടിയത് കുറച്ച് ഉപ്പ്. ഒരുപാട് ഉപ്പിടുന്നില്ല, കാരണം ചീസിനകത്ത് ഉപ്പുണ്ട്. ആക്ച്വലി പുതിയ വീട്ടിൽ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ ഗ്രേറ്റർ കാണാനില്ലേ, അന്നേരം നമ്മളൊക്കെ ചെയ്യുന്ന ഒരു എളുപ്പവഴിയല്ലേ, മിക്സിയിലിട്ട് നമ്മുടെ ചീസ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഗ്രേറ്റർ ഉണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ അങ്ങനെയൊന്നും എനിക്കില്ല, എനിക്ക് കാര്യം നടക്കണം. പിന്നെ എൻ്റെ കൈ ഞാൻ കഴുകി നീറ്റാക്കി വെച്ചേക്കുക. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ കമൻറ്റ്സ് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അങ്ങനെ കുറേ കമൻറ്റ്സ് വരാറുണ്ട്. അപ്പം ഞാൻ അവരോടും കൂടെ ഒന്ന് സത്യസന്ധത പുലർത്തണമല്ലോ, അതുകൊണ്ടാട്ടോ. ഇനി ഇത് ഓരോ കുഞ്ഞു ബോൾസ് ആയിട്ട് അതിന് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിനനുസരിച്ച് നമ്മളതിനെ കുഞ്ഞാക്കുക. എന്നിട്ട് സാധാ നമ്മൾ കട്ട്ലേറ്റ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഒറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഇതിനകത്ത് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻ, അതായത് മൈദ ഒക്കെ കലക്കി വെച്ച് നമ്മളിത് മൈദയെ മുക്കിയേച്ചല്ലേ നമ്മൾ റൊട്ടിപ്പൊടിയിൽ മുക്കി വറുത്തെടുക്കുന്നത്. അതിന് പകരം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺഫ്ലവറിൽ ഒന്ന് പെരട്ടി എടുത്തേച്ച്, ഒരുപാടല്ല, ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തേച്ച് മൈദ മുക്കി ബ്രെഡ് ക്രംസിലും വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യട്ടെ, കുഞ്ഞു ബോളാക്കിയിട്ട് വെക്കാം. ഈ കുഞ്ഞു ബോളാക്കി അതിനെ കോൺഫ്ലവറിൽ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്ത് റൊട്ടിപ്പൊടിയിലൊക്കെ മുക്കി വരുമ്പോഴത്തേന് കുറച്ച് നേരം എടുക്കും. ഞാനിവിടെ എല്ലാം ഒതുക്കി. പക്ഷേ അതിനകത്ത് ഒരു കാര്യം എനിക്ക് ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കടുക് വറുക്കാനുണ്ടായിരുന്നെന്ന്. കടുക് എന്ന് പറയുമ്പോൾ കടുകല്ല ഇടുന്നത്, അതിന് പകരം നമ്മൾ ആദ്യം
പരിപ്പ് കറി ഉള്ളി വഴറ്റിയപ്പോഴത്തേനൊക്കെ കുറച്ച് ജീരകം ഇട്ടു. എന്നാൽ ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അത്രയും ജീരകം മതി എന്ന് തോന്നുമല്ലേ ചിലർക്കൊക്കെ. ഒത്തിരി നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ചിലർക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല. അന്നേരം അങ്ങനെ തോന്നുവാന്നേൽ കുറച്ചുകൂടെ ജീരകത്തിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യണം എന്ന് തോന്നുവാന്നേൽ നമ്മൾ കടു വറുക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഇച്ചിരി ജീരകം കൂടി ഇട്ടേച്ച് നമ്മൾ അതിൻ്റെ ഒരു ആ ഫ്ലേവർ ജീരകത്തിൻ്റെ എൻഹാൻസ് ചെയ്യണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം എന്താ കടു വറുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക സമയത്ത്, അതായത് നമ്മൾ വിളമ്പുമ്പം കൊണ്ടുവയ്ക്കുകയല്ലേ അന്നേരം മാത്രം ഈ കടു വറുത്ത് ഇട്ടാൽ മതി. നെയ്യ് നല്ല ചൂടായി കഴിയുമ്പോൾ ആദ്യം കുറച്ച് ഒരു വറ്റൽമുളകോ അല്ലെങ്കിൽ 2 വറ്റൽമുളകോ മുഴുവനോടെ ഇടാം, അതല്ല പിച്ചിയിടാം, എങ്ങനെ ആയാലും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകം, അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും വെളുത്തുള്ളിയുടെ പകുതി ഇട്ടേച്ചാൽ മതി. വെളുത്തുള്ളി ഒരുപാട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പരിപ്പാന്നു ഗ്യാസ് ആന്നു എന്നൊക്കെ പറയുവാന്നേൽ മുഴുവൻ ഇട്ടോ. അത് ഇച്ചിരി ഒന്ന് മൂത്ത് വരണം, അതായത് ബ്രൗൺ ആവണ്ട എന്നാൽ ഇതിൻ്റെ വെള്ള കളർ പോവുകയും ചെയ്യരുത്. അങ്ങനത്തെ ഒരു പരുവമാവുകയല്ലേ. ആ സമയത്ത് ഒന്ന് എടുത്ത് വാങ്ങി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നുള്ള് കായം, എനിക്ക് കായത്തിൻ്റെ ചുവ ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, എന്നാൽ കായത്തിൻ്റെ ഒരു ഇഷ്ടം നമുക്കുണ്ടല്ലോ, കായത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഒരു നുള്ളിട്ടേച്ച് വാങ്ങുവാന്നേൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ. ടേസ്റ്റ് മാത്രമല്ല, പിന്നെ പെട്ടെന്ന് നമ്മൾ കഴിക്കുമ്പോൾ വലിയ വ്യത്യാസമോ ഇതന്നെ ഒരു പരിപ്പ് കറിയാന്നേ തോന്നത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ചീസ് കോൺ ബോൾസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ആദ്യം കോൺഫ്ലവറിൽ ഡസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ പോലെ ആക്കി അതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് എടുത്ത് വെച്ചേക്കുക. ഇനി ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്. കാര്യം പിസ്സ ടേസ്റ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ടേസ്റ്റ് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മളെ ഇങ്ങനെ കട്ട്ലേറ്റ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു കാര്യമുണ്ട്, എപ്പോഴും ചെറിയ തീയെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റേതായ സമയം എടുക്കുമ്പോൾ അതിനകത്തോട്ട് എണ്ണയൊക്കെ കയറി ഒരുമാതിരി കുതിർന്ന് ഒരുമാതിരി ആയിപ്പോവും. അതിനെക്കാട്ടിലും നല്ലത്, ഏറ്റവും നല്ലത് ഫ്ലെയിം കൂടുതലുള്ള ഒരു അടുപ്പിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പരിപ്പ് കറി ഒന്ന് മാറ്റി വെച്ചേച്ച് അതിനകത്തോട്ട് വലിയ ഫ്ലെയിം കത്ത് ഇതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഇനി എണ്ണ നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോൾസ് വറുത്തെടുത്താൽ മതി. അത് നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് എന്നാ പറയുക എണ്ണ കുടിക്കും. ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതായിട്ട് മുരിഞ്ഞ് നമ്മുടെയൊക്കെ ഇഷ്ടം അനുസരിച്ച് ബ്രൗൺ ആവുന്നത് ചിലർക്ക് ഒത്തിരി ഇഷ്ടമാണ്, ചിലർക്ക് ഒരുപാട് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. കട്ട്ലേറ്റിന് പരുവം നമ്മൾ കട്ട്ലേറ്റൊക്കെ വറുത്ത് കോരുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ അതിൻ്റെ ആ പരുവം വറുത്തെടുക്കുന്നത്. ഇതിനകത്തൊന്നും വേവാനില്ല, നമ്മുടെ റൊട്ടിപ്പൊടി മാത്രം ഒന്ന് മുരിഞ്ഞു കിട്ടിയേച്ചാൽ മതി. അല്ലാതെ അകത്ത് ഉരുളക്കിഴങ്ങ് വെന്തതാ, ക്യാപ്സിക്കം അങ്ങനെ ഒരുപാട് വേവാനുള്ളതല്ല. ചോളവും ഈ പറഞ്ഞ പോലെ വെന്തതാണ്. അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് വേവിക്കാനായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഈ കോട്ടിങ് മാത്രം ഒന്ന് മൊരിഞ്ഞു കിട്ടണം, അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഇന്നൊരു ദിവസവും ഐശ്വര്യമായിട്ട് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഞാൻ ആദ്യത്തെ റെസിപ്പി ചെയ്യുമ്പോൾ ഒരു വെജിറ്റേറിയൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം എന്നല്ല, ഇന്നത്തെ ദിവസവും ദൈവാനുഗ്രഹിച്ച് വന്ന ദിവസമാണ്. അതുകൊണ്ട് വെജിറ്റേറിയൻ ചെയ്യേണ്ടി വന്നത്. മാത്രമല്ല ഇന്ന് ഐശ്വര്യമായിട്ട് ഞാൻ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്രയും എന്താ പറയുക പങ്കുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്നതെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക ഒത്തിണങ്ങി വരിക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞവരാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരായി ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നതെന്നല്ലേ? വേറെ ആരുമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായ മുകേഷ് ചേട്ടനാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇത്ര ഇഷ്ടം എന്നാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഫിലിം കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഫസ്റ്റ് നായകൻ മുകേഷ് ചേട്ടനായിരുന്നു. ഈവൻ ആഫ്റ്റർ 30 years ബാക്ക് ഓൺ ദ സ്മോൾ സ്ക്രീൻ എന്ന് പറയുന്ന പോലെ മുകേഷ് ചേട്ടനുമായിട്ട് സംസാരിക്കാൻ പോവുക. അതിൻ്റെ ഇടയിൽ ഒത്തിരി മാറ്റങ്ങൾ മുകേഷ് ചേട്ടനുണ്ട്. കാര്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങി,
അഫ്കോഴ്സ് ഫിലിംസ് മുകേഷ് ചേട്ടൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. ജനപ്രിയ നായകനായി മാറുക, അന്നേരം ഇത് നായകൻ ഇൻ ദ സെൻസ് പൊളിറ്റിക്സ് വൈസ് ആയാലും ശരി, ഫിലിമിലായാലും ശരി, മുകേഷ് ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലെ. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മുകേഷ് ചേട്ടന് നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇതാണോ ആനിയുടെ അടുക്കളയിൽ വരുമ്പോൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ കുറെ കാരണങ്ങളുണ്ടല്ലോ അല്ലേ. അതുകൊണ്ട് മാത്രമാട്ടോ. ഇനി വർത്താനം പറഞ്ഞ് ഒരുപാട് പോയാൽ ഇത് പൊട്ടിപ്പൊടിഞ്ഞു പോകും. അതിനെക്കാട്ടിലും നല്ലത് നമുക്ക് മുകേഷ് ചേട്ടനായിട്ട് ഡൈനിങ് കാണുന്നല്ലേ നല്ലത്. മുകേഷ് ചേട്ടാ, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. സന്തോഷം. മുകേഷ് ചേട്ടാ ജ്യൂസ് കുടിച്ച് തന്നെ തുടങ്ങാം. പിന്നെടാ മധുരം കഴിച്ചു വേണം തുടങ്ങാൻ. സത്യം നല്ല ശകുന. മുകേഷ് ചേട്ടാ, അതിനെക്കാട്ടിലും വലിയൊരു കാര്യം എന്നാന്നറിയോ, ഇന്ന് എനിക്ക് എന്റെ പുതിയ വീട് കിട്ടി. ഇന്ന് കർക്കിടകം 1. ഇത് എനിക്കെല്ലാം പുതിയതാ. അതേപോലെ മുകേഷ് ചേട്ടൻ എന്റെ ലൈഫിൽ, ഞാൻ പ്രേക്ഷകരോട് പറയുമായിരുന്നു, ഞാൻ ഫിലിം ഫീൽഡ് തുടങ്ങിയപ്പോ മുകേഷ് ചേട്ടനായിരുന്നു എന്റെ ഫസ്റ്റ് ഹീറോ. അപ്പൊ ഇന്നും മുകേഷ് ചേട്ടൻ എന്റെ ഫസ്റ്റ് ഗസ്റ്റ്. ഇതെല്ലാം ഭയങ്കര നിമിത്തം കേട്ടോ. എനിക്ക് ഭയങ്കര മുകേഷ് ചേട്ടനോട് തുടങ്ങി വെച്ചതൊക്കെ ഭയങ്കര ഐശ്വര്യമായിട്ടേ വന്നിട്ടുള്ളൂ. ഒരു സ്പെഷ്യൽ താങ്ക് യു വെരി മച്ച്. പക്ഷെ അതിന്റെ കൂടെ ഒരു സോറിയും കൂടെ ഉണ്ട്. മുകേഷ് ചേട്ടൻ എനിക്ക് ഭയങ്കര വിഭവങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. പക്ഷെ എന്നാന്നോ, ഇന്ന് കർക്കിടകം 1 അപ്പൊ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു, ന്യായമില്ല, പക്ഷെ എന്നാലും നിവൃത്തികേടും കൂടെ ഉണ്ട്. ഞാൻ ഇന്നൊരു ചെറിയ വെജിറ്റേറിയൻ ആണ് ഉണ്ടാക്കിയത്. അയ്യോ, അതിനകത്തൊന്നും എനിക്ക് ഒരു വിഷമമില്ല. അയ്യോ, വെജിറ്റേറിയൻ നല്ലത് തന്നെയാണ്. മുകേഷ് ചേട്ടൻ ആഹാര കാര്യങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാനൊരു റീല് കണ്ടപ്പോഴത്തേക്ക് അമ്മയുടെ കൂടെ ഇരുന്ന് ചോറുണ്ണുവാ. അന്നേരം മുകേഷ് ചേട്ടൻ പറയുവാ, എനിക്ക് തോരനാന്നേലും മതി, ഹാപ്പിയാന്ന്. മുകേഷ് ചേട്ടൻ അങ്ങനെ ഒരു നിർബന്ധമുള്ള കൂട്ടത്തിലല്ല. അല്ല, എനിക്ക് അതൊരു പക്ഷേ ഈ ഞാൻ കേട്ടിട്ട് സിനിമയിൽ വന്ന് അതിന് മുമ്പൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്. സിനിമയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നസീർ സാർ ഉണ്ടല്ലോ, നസീർ സാർ ഒരിക്കലും ഭക്ഷണത്തിന് കുറ്റം പറയാത്തയോ ഭക്ഷണം കൂടുതൽ വേണമെന്ന് പറയാത്ത ഒരാളാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും പുള്ളി ഓക്കെയാണ്. അപ്പം ഞാൻ തന്നെ വിചാരിക്കും, ഇത്രയും വലിയൊരു ആക്ടർ എന്ത് പറഞ്ഞാലും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ പരാതി പറയുമ്പോഴും അത് കുഴപ്പമില്ല, നന്നായിരുന്നു എന്ന് പറയും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, സാറ് ഇത് എന്താണ് അങ്ങനെ? ഞാൻ 2-3 സിനിമ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് ചിന്തിക്കാത്ത ഒരു മറുപടി പറഞ്ഞു. അതായത്, അത്രയും കുറച്ചല്ലേ കഴിക്കൂ, നമ്മൾ ഡയറ്റിങ്ങിനും മെയിൻറ്റെയിനിങ്ങിനും ഒന്നും പോകണ്ടല്ലോ, നല്ല ചാപ്പാട് കിട്ടിയാൽ അത്രയും കഴിക്കും നമ്മൾ. ഇത് കുഴപ്പമില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. ഭയങ്കര ഒരു ഇത് സത്യം പറഞ്ഞ ഡയറ്റ് നോക്കുന്നവർക്കും ഉള്ളുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അതെ, ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്ന ആ കാലഘട്ടത്തിൽ ഭക്ഷണം വെക്കുന്നവര് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം നസീറിന് ഇഷ്ടപ്പെട്ട് പിന്നാണോ ഇയാള്, അതോടുകൂടി എല്ലാരും മിണ്ടാതാവും. നസീർ സാർ അങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു മനുഷ്യത്വവും എല്ലാം ചേർന്ന ഒരു ഉത്തരല്ലേ. കറക്റ്റ്. മുകേഷിന്റെ ഫുൾ ഫ്ലറിഷ് ആയിട്ട് നിന്ന് ആസ് എൻ ആക്ടർ ഭയങ്കര ഫ്ലറിഷ് എന്ന് പറഞ്ഞാൽ ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും മുകേഷ് ചേട്ടൻ ആരാന്ന് നല്ലോണം അറിയാം. അങ്ങനെ നിന്ന മുകേഷ് ചേട്ടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക്, ബിക്കോസ് അഫ്കോഴ്സ് കോളേജ് ടൈമിൽ മുകേഷ് ചേട്ടൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഷാഡോ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഞങ്ങളൊക്കെ നോക്കുമ്പോൾ മുകേഷ് ചേട്ടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതെന്നാ പറ്റും? മുകേഷ് ചേട്ടൻ പെട്ടെന്ന് ആ ഒരു ചേഞ്ച് വരുന്നത്? ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ കുടുംബമാണ്. എൻ്റെ അച്ഛൻ ആക്ടറായിരുന്നെങ്കിലും അതിനേക്കാൾ മുമ്പ് രാഷ്ട്രീയമായിരുന്നു. അപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം ഞാൻ അങ്ങോട്ട് പോയതല്ലല്ലോ. ഒരു ഓഫർ, ഇങ്ങനെ ഏറ്റവും വലിയ നേതാക്കന്മാർ കൊല്ലത്ത് മുകേഷ് ഇലക്ഷൻ നിൽക്കണം എന്ന് പറയുമ്പോൾ അത്, അപ്പോൾ അച്ഛൻ അന്ന് ജീവിച്ചിരിപ്പില്ല. അത് ഞാൻ പെട്ടെന്ന് വിചാരിക്കുന്നു പറഞ്ഞാൽ ഒരു പക്ഷേ അച്ഛൻ്റെ ഒരാഗ്രഹമോ അല്ലെങ്കിൽ ഡിസയറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നും നോ പറയരുത്, വരുന്നെങ്കിൽ പിന്നെ ദി ബെസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ നാച്ചുറലി എല്ലാവരും വിചാരിച്ചു ഇയാൾക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ
സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ആളാണ്. അപ്പം എന്തായാലും അതൊരു ഫ്ലോപ്പായിരിക്കും എന്ന് മുൻവിധി എഴുതി. ഇപ്പോഴും കുറേ ആൾക്കാർ പറയുന്നുണ്ട് നിയമസഭയിലൊന്നും ചെല്ലത്തില്ല, ഇയാൾ ഷൂട്ടിംഗ് അല്ലേ. അപ്പം എനിക്കിപ്പോൾ എല്ലാവരും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആകെ കൂടെ ഈ 9 കൊല്ലത്തിനകത്ത് വെച്ച് 3 ദിവസം കണ്ടാണ് നിയമസഭയിൽ പോകാതിരുന്നത്. നേതാക്കന്മാരായതുകൊണ്ട് പല സന്ദർഭങ്ങളിലും വരാൻ പറ്റാത്ത നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷേ പോയിന്റാണ് എൻ്റെ, ഐ മെയ്ഡ് ഇറ്റ് എ പോയിന്റ്. ഞാൻ ഇത് ഒരു കാരണവശാലും മുടക്കരുത്. അതുകൊണ്ട് ഷൂട്ടിംഗ് എല്ലാം ആ സമയത്ത് ഞാൻ നേരത്തെ പറയും. മുകേഷ് ചേട്ടൻ ആസ് എൻ MLA, മുകേഷ് ചേട്ടന് ഓരോ വ്യക്തിയുടെയും ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചില സന്ദർഭങ്ങളിൽ അതിനപ്പുറവും. അതൊക്കെ സിനിമയുടെ ഒരു ശക്തിയുണ്ട്. സിനിമയുടെ ശക്തി രാഷ്ട്രീയത്തിനകത്ത് വരുന്നതിൻ്റെ ഒരുപക്ഷെ നല്ല കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞങ്ങളവിടെ ഒരു പാലം വരണം, മൺട്രോ തുരുത്തുമായിട്ട് ബന്ധപ്പെടുന്ന കൊല്ലത്തുള്ള ഒരു പാലമാണ്. എത്രയോ കൊല്ലമായിട്ട് ആൾക്കാരുടെ ആഗ്രഹമാണ്, നടന്നിട്ടില്ല. അപ്പോൾ നമ്മളത് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് അത് നടന്ന് അതിൻ്റെ കഴിഞ്ഞ ടേമിൽ കൊറോണ വന്ന് ലാസ്റ്റ് ഈ മന്ത്രിമാരുടെ ലാസ്റ്റ് ക്യാബിനറ്റാണ്. അന്ന് പാസ്സാക്കിയില്ലെങ്കിൽ അത് അടുത്ത ടേമിലോട്ട് പോകും. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ഞാനാണോ വരുന്നത്, ഏത് പാർട്ടിയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ സെക്രട്ടേറിയറ്റിൽ, അപ്പം സെക്രട്ടറിയിൽ അന്ന് ഉദ്യോഗസ്ഥർ വേണമെങ്കിൽ വന്നാൽ മതി, കൊറോണ ആയതുകൊണ്ട് ലീവ് എടുക്കാം, വരാതിരിക്കാം. 3 പേരുണ്ട് അവിടെ. അപ്പോൾ ഇത്രയോ കോപ്പി ഉണ്ടാക്കണം. പിറ്റേ ദിവസം ക്യാബിനറ്റ് 39 കോപ്പി അങ്ങനെ ഉണ്ടാക്കണം. ഇതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും എല്ലാം കൊടുക്കണം. അപ്പോൾ അവർ പോകാൻ പോവുകയാണ്. 3 പേരേ ഉള്ളൂ. ഞാൻ അവരത് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഒരു 9 മണി വരെ ഇരുന്നാൽ ഇത്രയും കോപ്പി കിട്ടും. ഒരു ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു പ്രദേശത്തിൻ്റെ. അപ്പോൾ അല്ലെങ്കിൽ അവർ ജങ്കാറിൽ പോകണം, അവരുടെ അടുത്ത തലമുറയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ 3 പേരുടെ എന്തൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇരുന്ന് ചെയ്യാം, പക്ഷേ പകരം ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൈക്കൂലിയല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് നിയമം അനുവദിക്കുന്നതൊക്കെ ആണെങ്കിൽ എന്താണ്, അല്ല വേറൊന്നുമല്ല, ഞങ്ങളുടെ 3 പേരുടെയും കൂടെ സെപ്പറേറ്റായിട്ടും ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം. സിനിമയുടെ ശക്തി അല്ലാതെ വേറെ ലോകത്തൊരു ശക്തിക്കും ഞാൻ പറഞ്ഞു എങ്ങനെ വേണോ നിങ്ങൾ വീട്ടിൽ കാണിക്കാനാ 9 മണി വരെ നിന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാനിത് പല നേതാക്കന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് മാത്രം, സിനിമാക്കാർക്ക് മാത്രം, കലാകാരന്മാർക്ക് മാത്രം ഉള്ള ഒരു ദൈവത്തിന്റെ പ്രിവിലേജാണ്. സത്യം. മുകേഷ് ചേട്ടൻ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയും, മുകേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോളിയാണ്. നിമിഷ നേരം കൊണ്ട് കഥ പോലെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇല്ലാതെ ആ കഥ നമ്മൾ കേട്ടാ നമ്മൾ വിശ്വസിക്കും, ശരിയാണോ മുകേഷ് ചേട്ടാ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ പൊട്ട കഥയും നടക്കാത്ത കഥയായിരുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മുകേഷ് ചേട്ടൻ ഭയങ്കര സീരിയസ്. മുകേഷ് ചേട്ടൻ മെച്ചോർഡായ, ഇപ്പോഴാണോ മെച്ചോർഡായ? അല്ല, സീരിയസ് ആകേണ്ട സ്ഥലത്ത് സീരിയസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ബേസിക്കലി നമുക്കൊന്നും ഒരു മാറ്റം വരാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് എത്രയോ പേര് പറയും, ഇത് നിയമസഭ കഴിഞ്ഞാൽ നിയമസഭയിലുണ്ടായ തമാശകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതണം. ഒരുപാട് കാര്യങ്ങൾ. അതായത് ഈ തമാശ എന്ന് പറയുമ്പോൾ അവരും കൂടെ, ആ പറയുന്ന ആളും കൂടെ കേൾക്കുമ്പോൾ അവർക്കും രസിക്കുന്ന തമാശയാണ്, അല്ലെ പരദൂഷണമായി പോകും. ഞാൻ അതുവഴി പോകുമ്പോൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ്സുകാരെ, ഈ മെയിൻ നേതാക്കന്മാരൊന്നും ഇല്ല, എന്നാലും എന്നെ പറ്റി വല്ലതും ഉണ്ടോ, പുതിയത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയും. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒബ്സർവേഷനാണ്. ഇപ്പോൾ ആനിയെ സംബന്ധിച്ചിടത്തോളം ആനി പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ അത് ഞാനൊരു ചെറിയ എന്താ പറയുന്നത് ക്ഷമ ചോദിച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അതായത് ആനി ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ആനി ആ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്, അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ കൊച്ചുകുട്ടിയാണ്, 10ാം ക്ലാസ്സിലെ കണ്ട് പഠിക്കുന്ന സ്കൂളിലല്ലേ, ഭയങ്കര കരച്ചിൽ വിട്ടുമാറിഞ്ഞ് എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് അങ്ങ് ഒരു കുടുംബം പോലായി. അപ്പം ഞാൻ ആനിയെടുത്ത് സമാധാനിപ്പിച്ചു, നാളെ ഞങ്ങൾ സ്കൂളിൽ വരും, അല്ലെ മറ്റന്നാ. ഞാൻ വാക്കാണല്ലോ വരണം എൻ്റെ സ്കൂളിൽ. ഞാൻ പറഞ്ഞു വരും. ഇപ്പം ചിരിച്ചുകൊണ്ട് പോകും, ഒരു സിനിമ കഴിഞ്ഞതാണ്, ഒരു അച്ചീവ്മെന്റ് ആണത്. ഞങ്ങൾ 2 ദിവസത്തിനകം
ആ സ്കൂളിൽ വന്ന് കണ്ടിരിക്കും, ഞങ്ങൾ അവിടെ വരും, ഓക്കെ എന്ന് പറഞ്ഞു പോയി. ക്ഷമയെന്ന് പറയുന്നത് ഇതുവരെ പോയി സ്കൂളിൽ വന്നിട്ടില്ല. വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ മുകേഷ് ചേട്ടന് ഈ വർത്താനത്തിൽ മനസ്സിലായില്ലേ, എനിക്ക് ആ സെറ്റ് വിട്ട് പോരാൻ അത്രയും സങ്കടം വന്നെങ്കിൽ മുകേഷ് ചേട്ടനും ബാക്കിയുള്ള എല്ലാവരും എത്ര ഫ്രീ ആയിരുന്നു എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് ഡേ എന്നുള്ളത് ലാസ്റ്റ് ഡേയിൽ എനിക്ക് മനസ്സിലായി. ആദ്യം മുകേഷ് ചേട്ടനെ എങ്ങനെ കണ്ടോ ഇന്നും മുകേഷ് ചേട്ടൻ അങ്ങനെയാണ്, ഒരു മാറ്റവും ഇല്ല. നേരത്തെ ആനി പറഞ്ഞില്ലേ ഇങ്ങനെ കഥ എങ്ങനെ ഉണ്ടാക്കി വിടും, ഒന്നും പിന്നെ എന്താ പറയുന്നത് പറയാനൊക്കത്തില്ല, സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞില്ല. ഒരു ചെറിയൊരു ഓർമ്മ, പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടാണ്. പാർവതി പരിണയമാണെന്ന് തോന്നുന്നു. അഞ്ജു അരവിന്ദും ആനിയുണ്ട്, പ്രേംകുമാർ ഉണ്ട് ഈ പാർവതി പരിണയം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല, കഥയായിരിക്കും ഇത്. അനി ബ്രേക്കായി കേട്ടോ, ഭക്ഷണം കഴിക്കാം, ബ്രേക്കൊന്നും ആയിട്ടില്ല, ബ്രേക്കൊന്നും കുറച്ച് കഴിയുമ്പോൾ ശരിക്കും ബ്രേക്കായിരുന്നു. അപ്പം അനി ഇന്നിപ്പോ ഇനി ഷൂട്ടിംഗ് ഇല്ല, ടാസി നമ്മൾ എടുക്കുന്നില്ല. ഞങ്ങള് എടുത്ത് വിശ്വസിച്ചത് തന്നെ. രണ്ടുപേരും ഒരു തരത്തിലും ഞാൻ പറയുന്നത് ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ പ്രേംകുമാറിന്റെ അടുത്ത് നിങ്ങളൊക്കെ നിൽക്കുമ്പോൾ പറഞ്ഞ് ഇവർ രണ്ടുപേരും എങ്ങനെ മരിക്കാൻ പോകുന്നറിയാം, എങ്ങനെ അവരുടെ അന്ത്യം ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ പ്രേംകുമാർ ചോദിച്ചാൽ എന്താണ്, ഇവർ സംസാരിച്ച് റെയിൽവേ പാളത്തിൽ കൂടെ സംസാരിച്ച് വരുക, ട്രെയിൻ ഇങ്ങനെ വിളിക്കുക. അപ്പോൾ ബാക്കിൽ നിന്നൊരു ട്രെയിൻ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അനി അഞ്ജു ട്രെയിൻ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും ഇവരുടെ. ശരിക്കും ആലോചിച്ച മുകേഷ് ഇതൊക്കെ ആ ഒരു ടൈമിലൊക്കെ മുകേഷ് നല്ല ഓർമ്മയുണ്ട്. മുകേഷ് എല്ലാം എന്ത് രസമായിട്ടാ പറയാന്ന് നോക്കിയേ. ഇതാണ് മുകേഷ് ഏട്ടൻ. ഫിലിമിനെക്കാട്ടിലും ഒരു ആവേശം പൊളിറ്റിക്സിലുണ്ടോ? ഇല്ല, രണ്ടും ഈക്വൽ തന്നെ. ഈക്വൽ. എനിക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രാർത്ഥന. മറ്റത് അതിൻ്റെ കൂട്ടത്തിൽ. മുകേഷിന്റെ അപ്പൊ അഭിനയിക്കാൻ ഇഷ്ടാന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഇപ്പൊ നോക്കൂ, മുകേഷിന്റെ പഴയ ക്യാരക്ടേഴ്സില് ഭയങ്കര കോമഡി ചെയ്യുന്ന ജഗദീഷ് ചേട്ടനായാലും ഹരിശ്രീ അശോക് ചേട്ടനായാലും ഒക്കെ നല്ല കോമഡി ചെയ്ത ഒരു നല്ലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നല്ല ഫിലിംസ് ചെയ്ത. പക്ഷെ ഇപ്പൊ ജഗദീഷ് ചേട്ടനും ഹരിശ്രീ അശോക് ചേട്ടനും ഒക്കെ ഭയങ്കര സീരിയസ് കഥാപാത്രങ്ങളാണ്. ആ ഒരു മാറ്റം മുകേഷ് ചേട്ടൻ എങ്ങനെയാ നോക്കുന്നത്? അല്ല, ജീവിതമാർഗവും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇനി കോമഡി സീനെ അഭിനയിക്കത്തുള്ളൂ, അല്ലെ സീരിയസ് രംഗത്തെ അഭിനയിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ആ തരത്തിലുള്ള റോളുകൾ കിട്ടാത്തത് കൊണ്ടായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ 100% ചാടി വീഴുന്ന പാർട്ടികളാണ്. അപ്പൊ അങ്ങനെ ഒരു കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു ചിന്തയും ആക്ടിങ്ങിൽ എൻ്റെ ഒരു ചിന്തയും എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് റോളാണെങ്കിലും അതിനകത്ത് തമാശയല്ല, അതിനകത്ത് ആൾക്കാർ രസം വരുന്ന എന്താണ്. ഇപ്പൊ കരയുമ്പോൾ പോലും നമ്മൾ ആൾക്കാരങ്ങ് പൊട്ടിക്കരയണമെന്നുള്ള ചിന്തയല്ല, അത് എങ്ങനെ പ്രസന്റ് ചെയ്യാം, ആൾക്കാർക്ക് താല്പര്യവും രസവും തോന്നുന്നു. ഇപ്പൊ കണ്ണ് നിറയുന്ന ഒരു സംഭവമാണെങ്കിലും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കരയരുത്, അതിനകത്ത് ഒരു രസച്ചരട് വിടരുത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ആക്ടർ ഒരു ടിപ്പാണല്ലേ മുകേഷ്. അത് മുകേഷ് ചേട്ടൻ വന്ന് സംസാരിച്ചു, 1-2 കാര്യം ഞങ്ങളെ പറ്റി പറഞ്ഞല്ലാതെ മുകേഷ് ചേട്ടന്റെ തമാശയും കാര്യങ്ങളും ഒന്നും കേട്ടില്ല. അത് മാത്രമല്ല മുകേഷ് ചേട്ടൻ ഭക്ഷണം തന്നില്ല. ഇവിടെ കുറച്ച് സീരിയസ് ടോക്കായെന്ന് തോന്നുന്നു. മുകേഷ് ചേട്ടാ, ഡൈനിങ്ങിലും മുകേഷ് ചേട്ടന്റെ തമാശകളും മുകേഷ് ചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് കൂടിയാലോ? അല്ല, അതിനു മുമ്പ് ആനിയാണ് ആ സംഭവത്തിലെ 100% നടന്നതാണ് കേട്ടോ. നായിക ആനിയാണെങ്കിലും കഥയിലെ കാര്യങ്ങള് ആനിക്ക് അറിഞ്ഞൂടാ. അതൊന്ന് നമുക്ക് ഒന്ന് ഓഡിയൻസിന് ആനിക്കും ഒന്ന് മനസ്സിലാക്കാം. പിന്നെന്താ, വരും. വേണം മുകേഷിട്ടാ പൂരി മസാല. മസാല അല്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാ. സാധാരണ മുകേഷിട്ട് ഒറ്റയടിക്ക് ചോദിക്കുവാണെങ്കിൽ പരിപ്പ് കറിയാണോ എന്ന് ചോദിക്കരുത്. പക്ഷെ അതല്ല, എന്താന്നറിയോ, പരിപ്പ് കറി ദാൽ തടുക്ക കഴിക്കുന്ന മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുവാ എന്നെ പറ്റി കഥ പറയാന്ന് പറഞ്ഞേ? അല്ല, കഥ എന്ന് പറഞ്ഞാ എനിക്ക് അതിന്റെ ഫുൾ കഥ അറിഞ്ഞൂടാ. നമ്മള് എനിക്കൊന്ന് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്
ഒരു സിദ്ദിഖ് ലാൽ ഷോ ഉണ്ടായിരുന്നു. ആ സിദ്ദിഖ് ലാൽ, മമ്മൂക്കയുടെ മമ്മൂക്ക, നെടുമുടി വേണു, ആനി, ജഗദീഷ് ജഗദീഷ്, കൊച്ചിൻ അനീഫ, സുകുമാരി ചേച്ചി, വാണി വിശ്വനാഥ്, Correct. എല്ലാരും ഉണ്ട്. മുകേഷ് ഏട്ടനുണ്ട്. ആ correct. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ കുറെ എല്ലാം ഗംഭീരമായ പരിപാടികളായിരുന്നു, സത്യം, സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. സത്യം. അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടെ, ഞാനും ശ്രീനിവാസനും ആനിയും കൂടെ ഒരു പാരലൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിറ്റ് Skit ഉണ്ടായിരുന്നു. ചെയ്തു. correct. എന്റെ ലൈഫിൽ ഇത്രയും ഹിലേറിയസ് ആയിട്ട്, അതായത് ആൾക്കാര് ഇത്രയും പൊട്ടിച്ചിരിക്കുന്ന ഒരു സ്കിറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മള് ഒരു വിസ പരിപാടി പ്രോബ്ലം വന്നു. ആ, അപ്പം വിസ പ്രോബ്ലം വന്നിട്ട് കൂടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് തിരിച്ചു വരണം. ആ. അപ്പൊ ആനിയും, ആനിയുടെ അങ്കിളാണോ അച്ഛനാണോ, അച്ഛനാണ്. അച്ഛൻ തിരിച്ചു പോകണം. ഉം. തിരിച്ചു പോയിട്ട് തിരിച്ചു വരണം. പെട്ടെന്ന് ഞങ്ങള് അതുവരെ ആനിയാണ് ഹീറോയിൻ, പിന്നെ ആനിക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ആനി പെട്ടെന്നൊരു ഒരു എന്താ പറയുക, വെള്ളിടി പോലൊരു ന്യൂസ് വരികയാണ്, ആനി വരുന്നില്ല, ആനി കല്യാണം കഴിച്ചു ഷാജി കൈലാസനെ. അതുകൊണ്ട് അപ്പൊ ആനിയുടെ ഭാഗത്തുള്ളൊരു ശരി പറഞ്ഞാൽ ഞാൻ ഇനി തിരിച്ചു വരും എന്നുള്ള ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാരും കൂടെ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇനിയും 3-4 പ്രോഗ്രാം ഉണ്ട്, എന്ത് ചെയ്യണം, ആനിയുടെ റോൾ ആനിക്കല്ലേ ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെ ഭയങ്കര ടെൻഷനായി. ആനി ആർക്കും ഫോൺ കിട്ടുന്നില്ല, ആനിയുടെ വീട്ടിൽ ചെന്നിട്ട് കാണുന്നില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ മമ്മൂക്കയും ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പൊ ആനി ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അപ്പൊ വരാതിരിക്കത്തില്ല. അപ്പൊ ആരോ പറഞ്ഞു ആനി വരത്തില്ല, അപ്പൊ ആനിക്ക് പകരം ആരെങ്കിലും കണ്ടുപിടി, വന്നിട്ട് നമുക്ക് 1 ദിവസം 2 ദിവസം കൊണ്ട് റിഹേഴ്സൽ കൊടുത്ത് നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആരാണെന്ന് പറഞ്ഞിട്ട് അവസാനം ആനിക്ക് പകരം ഇവിടുന്ന് ആരോ കയറ്റിവിട്ടു. അപ്പൊ ഞാനും ശ്രീനിയേട്ടനും ശ്രീനിവാസനും കൂടെ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ പോയിട്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടി അവിടുന്ന് തന്നെ കാറിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. കാറിൽ നിന്നിട്ട് ഈ പാരൽ കോളേജിന്റെ കാര്യങ്ങളൊക്കെ പറയാം, അതിന്റെ ഡയലോഗ് ഇതൊക്കെയാണ്, ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം കുറച്ച് ധൈര്യം കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് നടന്നു വരുന്നു. അപ്പോൾ ഇതാണ് ആനിക്ക് പകരം. ഞാൻ പറഞ്ഞു ആനിക്ക് പകരല്ല, ആനിക്ക് പകരാര്, ഇതാണ് ഒരാളെ ഉള്ളു, ആനിക്ക് പകരം ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ശ്രീനിവാസനോട് നോക്കിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാറിൽ കയറി. അപ്പം പിന്നെ ഡെഡ് സൈലൻസ് ആണ്, കാറിലൊന്നും ഒരു സംസാരം. എനിക്ക് പകരം വന്ന ആളിനെ ഞങ്ങൾ ബാക്കിൽ കയറ്റി, ഞാൻ ഫ്രണ്ടിലും ശ്രീനിവാസൻ സൈഡിലും ഇരുന്നിട്ട് ഹോട്ടലിൽ വന്നു, ലണ്ടൻ ക്രൗൺ ഹോട്ടലിൽ വന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ ഓടിച്ചെന്നിട്ട് വന്നിട്ടുണ്ട്. ആരാ ആനിയുടെ ഭാഗം കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇപ്പൊ കയറി വരും, മമ്മൂക്കയും കൂടെ ചേർന്നിട്ടൊക്കെ ഒന്ന് പഠിപ്പിക്കണം. നീ ആരൊക്കെ കാണാൻ പോകുന്നപ്പോഴുമില്ല, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. എന്തായാലും ഗംഭീരമായിരിക്കും, നല്ല ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും ഒന്ന് ഞെട്ടും ആ തരത്തില്. അപ്പൊ അബുദാബിയിലാണ് അടുത്ത പ്രോഗ്രാം. അപ്പൊ അബുദാബിക്കാരൊന്നും ജീവിതത്തിൽ മറക്കത്തില്ല, ആനി പോയത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഥ തുറന്നു കയറി വരുന്നു. അതിന്റെ ഇടയിൽ കൂടെ വന്ന ആളുടെ ഇടയിൽ കൂടെ ആനിയുടെ വന്ന ആളിനെ നോക്കുക മമ്മൂക്ക. ഞാൻ പറഞ്ഞു ഇത് തന്നെ ഓടാ, ഞാൻ പറഞ്ഞു ഇത് തന്നെ ഭീമൻ രഘുവാണ് ആനിക്ക് പകരം കയറ്റി വിട്ടത്. അപ്പൊ അവിടുന്ന് ആൾക്കാർ പറയുന്നത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കിട്ടുമോ? പിന്നെ ഭീമൻ രഘു ആണെങ്കിൽ വിസയുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ തയ്യാറാണ്. മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താ ഈ പറയുന്നത്, ഭീമൻ രഘു? ഞാൻ പറഞ്ഞു ഭീമൻ രഘു അല്ലാതെ വേറെ ആരും ഇല്ല. പക്ഷെ മമ്മൂക്ക ഞാൻ ഈ കാറിലിരുന്നൊക്കെ ഞാനിങ്ങനെ സൈഡ് നോക്കുമ്പോൾ ചില ഭാഗങ്ങൾ ആനിയുടെ കണക്കുണ്ട്. ഇതുപോലെ മമ്മൂക്ക് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇതിനെക്കാട്ടി അടിച്ചെന്നെ അടിച്ച് റെഡിയാക്കി കളയുന്നു. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങള് എനിക്കൊന്ന് ആ റോള് പിന്നെ വേറെ വാണി വിശ്വാസോ അല്ലെങ്കിൽ അത് സീതയൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയോ പ്രിയാരാമനുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുൾ സെറ്റിലായി. ഒരു അവിസ്മരണീയമായി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഫിഗർ ആയി പോയി. മുകേഷിന്റെ വലിയ കാര്യത്തില് കാറിലിരുന്ന് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു പോയതാ. ഡെഡ് സൈലന്റ്, ഒരനക്കമില്ല. ഇനിയിപ്പം ഒരു പൂരി മുകേഷിന്റെ അടുത്ത് വർത്താനം പറഞ്ഞില്ലേ ഇങ്ങനെയാ, ഒട്ടും നമുക്ക് എന്നാന്നറിയോ വിശേഷം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. മുകേഷിന്റെ ഇതും ഉണ്ടാക്കിയതാണ്, ഇതൊരു ചീസ് കോൺ ബോൾസ് ആണ്. മുകേഷിന് സാലഡ് ഇഷ്ടമാണെങ്കിൽ സാലഡ് ഞാൻ കഴിച്ചോളാം. താങ്ക് യു. അപ്പം സാധാരണഗതിയിൽ
ഇങ്ങനെയുള്ള കുക്കറി ഷോ. ഇതിപ്പോ അങ്ങനെ ഒരു കുക്കറി ഷോ എന്ന് പറയാനൊക്കത്തില്ല, നമ്മൾ ചാറ്റാണ്. സാധാരണ ഇതിൽ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി എന്താ ചെയ്യാൻ പോകുന്നു. അയ്യോ സോ വണ്ടർഫുൾ എന്ന് പറയാം. അത് നമുക്ക് നല്ലപോലെ അറിയാം. ഇനി ഞാനൊരു ഓർമ്മ പറയാം. അത് ആനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആനി പറയണ ആരാണ്. നമ്മളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്ടറുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ ഡയറക്ടറുടെ പേരും പറയുന്നില്ല. ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ടിങ്ങാണ്. അപ്പം സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡയറക്ടർ സൈഡിൽ നിന്നിട്ട് ഈ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗ് പുള്ളി പറയും, ഇതൂടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്, ഭയങ്കര ഊർജ്ജസ്വലനായിട്ടുള്ള ഡയറക്ടർ. ഒരു ദിവസം ഡയറക്ടർ എൻ്റെ മുറിയിൽ വന്നു. അപ്പം നമ്മൾ താമസിക്കുന്നില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, ഭയങ്കര ദുഃഖം, അതെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താണ്? അതിങ്ങനെ നമ്മുടെ പ്രധാന വേഷം അഭിനയിക്കുന്ന ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ആ നടിയുടെ ഏറ്റവും അടുത്തൊരു ബന്ധു മരിച്ചുപോയി, പോയേ പറ്റൂ. അപ്പം അവരില്ലാതെ മുകേഷ്, നാളെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ സീൻസിലും നിങ്ങൾ രണ്ടുപേരും കോമ്പിനേഷനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്തോ ചെയ്യണം, ഉച്ച കഴിഞ്ഞിട്ട് അവരില്ലാത്ത ഒരു ഭാഗം മുകേഷിൻ്റെ ഒരെണ്ണം എടുക്കാം. ഉച്ച വരെ നമ്മൾ ടോട്ടലി വേറെ ആൾക്കാരെ പിടിക്കുകയാണ്. പക്ഷെ അത് നമ്മുടെ എല്ലാം അപ്സെറ്റാവും. പക്ഷെ പോകാതിരിക്കാൻ പറ്റത്തില്ല. കുട്ടി സങ്കടത്തിൽ വന്ന് പറഞ്ഞു, വളരെ അടുത്ത ബന്ധമാണ്, പോയേ പറ്റത്തുള്ളൂ. ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണെങ്കിലും ഞങ്ങൾ കുറച്ച് അടുത്ത് ജീവിച്ച ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദുഃഖമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഇത് പോയിട്ട് എത്രയും പെട്ടെന്ന് വരണം. അങ്ങനെ പോയി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. അതെ, രാവിലെയൊക്കെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ പറഞ്ഞു, റെസ്റ്റ് എടുക്കണം, കാര്യം കുറേ ദിവസമായി രാത്രിയും പകലും ഒക്കെ. ഓക്കെ, ആ കുട്ടി അങ്ങനെ വിട്ടത് നന്നായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോട്ടലിലിരിക്കുക. ഒരു 11 മണി, രാവിലെ 11 മണിയായപ്പോഴത്തേക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ല. എൻ്റെ റൂമിലൊരു ഫോൺ വന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡേയ് നീ തിരുവനന്തപുരത്തുണ്ടാ? ഞാൻ പറഞ്ഞില്ല, ഞാൻ എറണാകുളത്താ. നീ ഇന്ന പടത്തിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്? അതെ. പിന്നെ നീ എറണാകുളത്ത് നിന്ന് എന്താ ഇവിടെ തിരുവനന്തപുരത്ത് വരണ്ടേ? ഞാൻ തിരുവനന്തപുരത്തല്ല ഷൂട്ടിങ്. അതല്ല, നിന്റെ കൂടെ അഭിനയിക്കുന്ന ആളുതാ ഇവിടെ ഒരു ഉദ്ഘാടനത്തിന്. ഞാൻ പറഞ്ഞു, ഉദ്ഘാടനത്തിനല്ലേ? അവരൊരു മരണത്തിന്. നീ പോടാ എൻ്റെ പാട്ടിന് ഉദ്ഘാടനം. അപ്പൊ ഒരു കാറിനകത്ത് എന്തോ അനൗൺസ്മെന്റ്. അപ്പൊ അനൗൺസ്മെന്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഒന്ന് സൈലൻസ് നിന്നോണ്ടേ, ഈ അനൗൺസ്മെന്റ് ഒന്ന് കേക്ക്. ആ കടയുടെ അടുത്ത് നിൽക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും വരുന്നതെന്ന്. അപ്പൊ ഞാൻ അനൗൺസ് ചെയ്തെടുക്കുമ്പോൾ, സുപ്രസിദ്ധ നായിക നടി, മലയാളത്തിന്റെ രോമാഞ്ചം, നമ്മുടെ കണ്ണിലുണ്ണി, നമ്മൾ ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന ചന്തമുള്ള ചന്തറാണി ആനി ഉദ്ഘാടനം ചെയ്യുന്നു. ഓർമ്മയുണ്ടോ? മരണമെല്ലാം. അപ്പൊ ഞാൻ ബാലുഗിരി എന്നാണ്, കല്യാൺജി ആനന്ദ്ജി. ഞാൻ പറഞ്ഞ് മരണമൊക്കെ അറ്റൻഡ് ചെയ്ത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വരട്ടെ, ആനിയുടെ അടുത്ത് ചോദിക്കുമെന്നൊക്കെ പറയുന്നത്. ബാലു, അതാണ് ബാലുവിൻ്റെ ഒരു ഡയറക്ടർ സ്മാർട്ട്നെസ്. എൻ്റെ അടുത്ത് പറയുക, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഒരു കാര്യമുണ്ട്, കളിയാക്കരുത്, നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, ഇനി കളിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇട്ടിട്ട് പോകും, അതുകൊണ്ട് മറിയടിക്കും, നമ്മൾ വിചാരിക്കുന്ന കണക്ക് സീൻ വെക്കത്തില്ല, അതങ്ങനെ നിൽക്കട്ടെ. വന്ന് ഒരുപാട് വിശേഷം പറഞ്ഞു. എൻ്റെ പ്രേക്ഷകരോടൊപ്പം ഒരുപാട് നമ്മുടെ ഫിലിമിലെയും അല്ലാത്തെയും കഥകൾ പറഞ്ഞ് സന്തോഷം. ഒരുപാട് ഹോംലി ഫീൽ ചെയ്തു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഇതിനെക്കാട്ടിയും ആനി 30 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു ഗ്രോത്ത് ഇങ്ങനെ വന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ സ്ക്രിപ്റ്റ് 30 കൊല്ലം മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ഒരു കുക്കറി ഷോയ്ക്ക് 30 കൊല്ലം കഴിഞ്ഞ് നമ്മൾ വന്നു. പിന്നെ കുടുംബസ്ഥയായി, മക്കളായി, ഭർത്താവ് ഷാജി കൈലാസ്, അങ്ങനെ വലിയ രീതിയിലുള്ള ജീവിതങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കിട്ട് നമ്മൾ ഇപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പല കാര്യങ്ങളും പറയാനുള്ള ഒരു സാഹചര്യവും ഒരു ചാൻസും ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ദൈവാനുഗ്രഹം. സത്യം, ഐ ട്രൂലി ബിലീവ്. അത് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഈശ്വരാനുഗ്രഹം മാത്രം, അതില്ലെങ്കിൽ ഒന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട്,
അതില്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, മുകേഷ് ചേട്ടനായിട്ട് വർത്താനം പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം മുകേഷ് ചേട്ടൻ. താങ്ക് യു വെരി മച്ച്. നന്ദി. പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളുമായി നമുക്ക് വീണ്ടും കാണാം. Till then, good. Ali's Kitchen. Let's cook with love.